ഏരിയയിൽ കളർ തീം പറയാന്ന് പറഞ്ഞില്ലേ, അതൊന്ന് അയച്ചിട്ടുണ്ട്, അയക്കണേ. കളർ തീം അയച്ചു. അവര് പറഞ്ഞത് ഒരു ഡാർക്ക്നെസ് കൊടുക്കാനാ പറയണത്. ഇതൊക്കെ ഫ്ലാറ്റ് ഇതില്ല, മറ്റേ മൾട്ടിവുഡ് അങ്ങനത്തെ ആ ഡോറുകൾ, സ്റ്റോറേജുകൾ, സ്റ്റോറേജ് മറ്റേ പുളിയൊക്കെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാനാ പറഞ്ഞത്. ബ്ലാക്ക് ഒരു ഡാർക്ക്നെസ് കൊടുക്കാനാ പറയണത്. ഇവിടെ ഈ ഏരിയ എല്ലാം ഡാർക്ക് വേണം. ഡാർക്കുകള് ഇത് ഈ മറ്റേ ജനൽ കൂട് നല്ല മെലിഞ്ഞ ജനൽ കൂടാണല്ലോ അല്ലേ? അതെ അതെ അതെ. എന്നാ പോക്കറ്റ് അങ്ങനത്തെ ഒരു പേര് പറയാമല്ലോ ഇനി. ആ ജനൽ ഓവർ സൈസ് അല്ലല്ലോ അത്? അല്ല സർ, ഓവർ സൈസ് അല്ല. നമുക്ക് സ്റ്റോറേജോടെ കിട്ടാൻ വേണ്ടിയാണ്. വെറുതെ ജനൽ കൊണ്ടേ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ആവശ്യത്തിന് വെളിച്ചം കിട്ടിയാൽ മതി. സാർ ലിവിങ്ങിന്റെ എന്തോ കാര്യം പറഞ്ഞില്ലേ? ലിവിങ്ങിൻ്റെത് എന്തെങ്കിലും പറഞ്ഞു. സത്യത്തിൽ ഞാനൊക്കെ മൈൻഡിൽ നിന്ന് പോയിക്കണ വിട്ടപ്പളേ. ലിവിങ്ങില് എന്തോ വീഡിയോ എന്തോ കണ്ടെന്ന് പറഞ്ഞു. വീഡിയോ എന്തോ കണ്ടു എന്ന് പറഞ്ഞു. അത് മറ്റേ ഇതിന്റെ ആണെന്ന് തോന്നുന്നത്. ഈ ലിവിംഗ് റൂമിൽ നിങ്ങൾ സ്റ്റോറേജ് കൊടുത്തില്ല. ഇപ്പൊ ലിവിംഗ് അവർ എനിക്ക് 3D ആക്കിയിട്ട് ഒന്ന് അയച്ചു തന്നു. ആൾ ഫുള്ള് പേയ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞു നമ്മോട്. അപ്പൊ ഈ ലിവിംഗ് റൂമിൽ ആ ഇരിക്കുന്ന ആ പോർഷൻ അതാ, അവിടെ ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടോ? അവിടെ അത്ര സൗകര്യം ഉണ്ടോ? ഇടുങ്ങി കുത്തിയ പോലെ ഫീൽ ചെയ്യോ? ഇല്ലല്ലോ. അല്ല, നമ്മളാ ചെയ്തിട്ട് പിന്നെ ഇടുങ്ങി കുത്തിയ പോലെ ആവുമ്പോഴേ ആകെ മനം കെടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഇല്ലേ, ഫീൽ ചെയ്യുവാണ്, സ്റ്റോറേജ് മാറ്റേണ്ടി വരും. സ്റ്റോറേജ് കൊടുക്കാതിരുന്നാലും മതി ഇങ്ങനെ ചെയ്യുമ്പോഴോ. അത് ഈ സൈഡത്തെ സ്റ്റോറേജ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല അല്ലേ? ഏതെങ്കിലും ഒരു സൈഡത്തെ സ്റ്റോറേജ് ഒഴിവാക്കിയാൽ മതിയല്ലോ. മതി സർ. ഈ പർഗോലതാ കാണണേ ഇതിന്റെ മേലത്തെ. ഇത് നമ്മൾ നേരത്തെ എക്സ്റ്റീരിയറിൽ നമ്മളിവിടെ ഒരു പർഗോള അല്ല, ജാളി വർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അതന്നെ. അത് ഞാൻ അവിടെ ഗ്ലാസ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗ്ലാസ് ആക്കിയാല് ഒരുപാട്, ഇവിടെയും ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്ലാസ് കൊടുത്താൽ കുഴപ്പമില്ല, പ്രശ്നമാവോ എന്നുള്ള ഡൗട്ട്. ഇതിനുള്ളിലൊക്കെ ഇപ്പൊ നല്ലോണം വെളിച്ചം ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളെ കാഴ്ചപ്പാടില് പകൽ സമയങ്ങളിലും മിക്ക സമയങ്ങളിലും വെളിച്ചം. അതെ, ഇതിനുള്ളിലോട്ട് മിക്ക സമയങ്ങളിലും വെളിച്ചം ഉണ്ടാവുമല്ലോ അല്ലേ? ഫുള്ളായിട്ട് വെളിച്ചം ഉണ്ടാവും, അതുപോലെ തന്നെ എയർ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. മൊത്തത്തിലുള്ള കാര്യമായിട്ട് പറഞ്ഞത്, ലിവിംഗും ഹാളും എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞത്. അതെ, ഇതില് നമുക്ക് ലൈറ്റും വരും. ഈ വഴി തന്നെ നമുക്ക് എയർ പാസ് ചെയ്യുന്നുണ്ട്. ഇടുങ്ങിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം നല്ല സ്പേസിങ് ഇതിനകത്ത് കാണുന്നു. കളർ തീം മറ്റേ ഡാർക്ക് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഡാർക്ക് ഏതും എന്തെങ്കിലും പ്രത്യേകിച്ച് കളർ ഉണ്ടെങ്കിൽ നമുക്ക് അയക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ കളർ ഇത് നോക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ. നിങ്ങൾ ഒരു കളർ നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾക്കൊരു ഇതാകുമ്പോൾ ഒരു തോന്നിക്കുന്ന രൂപത്തിലേ. എന്നിട്ട് നമുക്ക് അത് പിന്നീട് നോക്കിയിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതന്നെ മതിയല്ലോ, പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് ഇവരെ കാണുമ്പോഴേ കാണുമ്പോഴാണല്ലോ നമുക്കൊരു ഐഡിയ കിട്ടുക. ഇവിടെ നമ്മളൊരു കളർ തീം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ബേജ് കളർ സാൻഡലിന്റെ കളർ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ഡാർക്ക് കളർ കൊടുക്കുക. അതൊരു ബ്ലാക്കിലോട്ട് കയറ്റുക. ബ്ലാക്ക് എന്തെങ്കിലും ഒരു മോഡൽ ആക്കിയിട്ട് കയറ്റുക. ബ്ലാക്കിലെ ഗോൾഡ് ഷിപ്പ് ഒക്കെ കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കയറ്റുക. പിന്നെ നമ്മളിവിടുത്തെ വാഷിംഗ് ഏരിയയില് നിഷ് വെച്ചിട്ടുണ്ട്. സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ കിച്ചന്റെ കളർ തീം ഒന്ന് ചേഞ്ച് ചെയ്യാം. സാർ കളർ തീം ഉണ്ടെങ്കിൽ സാർ നമുക്കത് അയച്ചാലും മതി. അവള് പറഞ്ഞ ഡാർക്ക് അന്നൊരു ദിവസം കാണിച്ചു തന്നിരുന്നു എനിക്ക്. അപ്പൊ അത് എന്റെ ടൈമിൽ പോയി. അപ്പൊ അവള് തപ്പിട്ട് കാണുക. അപ്പോൾ ഒരു ബ്ലാക്ക് എന്നോട് പറഞ്ഞു. അപ്പൊ ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാന്ന് മാത്രം. കളർ തീം ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ മതി, ഏത് കിട്ടുവാണെങ്കിൽ. കിട്ടാൻ ഞാൻ അയച്ചുതരാം നിങ്ങൾക്ക്. പിന്നെ പറഞ്ഞോളൂ.
ഇത് കുഴപ്പമില്ലല്ലോ ഈ മോഡല്, ഹാൻഡ് വാഷിന്റെ മോഡൽ കുഴപ്പമില്ലല്ലോ. ഇല്ല സർ, ഇത് നോർമൽ ഒരു മോഡലാണ്, പക്ഷെ ലക്ഷറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ്. അതായത് സാധാരണ ഒന്നെങ്കിൽ നമ്മുടെ കൗണ്ടറിനകത്തായിരിക്കും വാഷ് ബേസും വരുന്നത്, ഇതിപ്പോ കൗണ്ടറിന് വെളിയിലേക്കായിരിക്കും വാഷ് ബേസും വരിക. അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് പിന്നെ താഴെ ഒരു കൗണ്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര ഇത് വരുന്ന ലിവിംഗ് റൂമിന്റെ അതല്ല നിങ്ങൾ ചെയ്തോളൂ, വർക്ക് ചെയ്യുന്ന വർക്കാണ് നോട്ടെ, അത് ചെയ്തോണ്ടിരിക്കാന്ന് മനസ്സിലായി. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അതായത് നിങ്ങൾ ഈ ട്രോഫി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടില്ലേ, അതവിടെ അവിടെ വെക്കണോണ്ട് ആ പാഷൻ അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ? ഇതല്ലേ കൊടുത്തത്, ബ്ലൈൻഡ് പോലത്തെ ഷട്ടർ അല്ലേ കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോർ വരുന്നത് ഇവിടെ നിന്നായിരിക്കും ഓപ്പൺ ആവുന്നത്. സ്ലൈഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുറക്കുക, അല്ലെങ്കിൽ ഷട്ടർ ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ എത്ര തള്ളിച്ച് നിൽക്കുന്നുണ്ട്? ഒരു അടിയാണോ, ഒരു ഫീറ്റ്, 1 ഫീറ്റ് ആണോ തള്ളിച്ച് നിൽക്കുന്നത് പുറത്തേക്ക്? ഇവിടെയോ? ആ ട്രോഫിൻ്റെത്. പിന്നെ നമുക്ക് ഈ ലിവിങ്ങിന്റെ ഏരിയയിലെ ഒരു ഫാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് നിങ്ങൾ എന്തോ പറയുന്നത് ലൈറ്റിന്റെ എന്തോ കൊടുക്കാന്നോ അങ്ങനെ എന്തോ പറയുന്നല്ലോ. അത് നമ്മള് ഡൈനിങ്ങിലാണ് കൊടുത്തത്. ഇത് 30 ഉണ്ടേ, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്നത്. ഒരടി. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഓൾറെഡി മുകളിൽ നിന്ന് ഒരു വലിയ ഷാൻഡിലർ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു വലിയ ലൈറ്റ് ഇവിടെ. അന്നേരം നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ലൈറ്റ് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുകയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് ആ മറ്റേ ഗ്ലാസ് മറ്റേ നിങ്ങൾക്ക് ആ ഗ്രില്ല് വെച്ചിട്ടില്ലേ നിങ്ങള്, ആ മതിൽമ കൊടുത്താലോ? അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലോ? ആ മതിൽമ കൊടുത്താല് നടക്കൂല? നടക്കും, പക്ഷെ ഇതിന്റെ ഹൈറ്റ് ഇത് വരുന്നത് 210 അതിന്റെ അടുത്താ വരുന്നത്. അപ്പം കാറ്റ് എത്ര ഹൈറ്റിൽ നിന്ന് വരുമ്പോ പ്രശ്നമാവും. അല്ലെങ്കിൽ മറ്റേ ടിവിന്റെ ആ ഭാഗത്തോടെങ്കിലും വെച്ചാലും കാറ്റ് കിട്ടോ? ഇല്ലല്ലോ. അന്നേരം എത്രയും പാസ് വരുമ്പോ അവിടെ നിന്ന് വരുമ്പത്തേക്കിനും ദൂരെ കൂടുതലാവും. ദൂരം ഉണ്ടോ? 2 മീറ്റർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ മറ്റേ ടിവിയുടെ നേരെ സ്റ്റാൻഡിന്റെ മേലെ ഒരു ഫ്രെയിം നമുക്ക് കൊടുത്തിട്ടില്ലേ? ഇവിടെ അല്ല, ഈ ഫ്രെയിം അല്ല, നമ്മളെ ഫ്രെയിമില്ലേ, ടിവിന്റെ ഫ്രെയിമില്ലേ, മറ്റേ കോണി സ്റ്റെപ്പിന്റെ ഗ്രില്ല് കോണി സ്റ്റെപ്പ് കൊടുത്താൽ ആ ഗ്രില്ലിന്റെ അവിടെ അതിന്റെ അവിടെ മണ്ടയിൽ വെച്ച് കൊടുത്താല് സേഫ്റ്റി കാണുമോ സർ? ഡൗട്ട് ഉണ്ട്. അല്ല, അത് ഇരുമ്പായതുകൊണ്ട് സ്ക്രൂ അതല്ല, ഈ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഫാൻ ഇങ്ങനെ കുട്ടികള് പോലെ സേഫ്റ്റി കാണുമോന്ന് ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ, നമ്മുടെ ഈ പാസേജ് ഇല്ലേ, നമ്മുടെ ലിവിങ്ങിന്റെ പാസേജ് മുകളിലേക്ക് വരുന്ന ഈ ഒരു ഏരിയ, ഇവിടെയാണ് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇവിടെയും കൊടുക്കാലോ, ആ ഡോറിന്റെ അവിടെ കൊടുക്കാലോ, ആ ചെറിയ ഭിത്തി ഇവിടെ ആയിട്ടല്ലേ? അല്ല, ഈ വലിയ ഡോറിന്റെ നിസ്കാർ റൂമിന്റെ ആ ചെറിയ വാളുണ്ടോ, അവിടെ കൊടുത്തൂടെ? ഇവിടെ കൊടുക്കാം സർ. അവിടെ കുറച്ച് ഹൈറ്റിലാക്കിയിട്ട്. പക്ഷെ ഇപ്പം ഡോറ് തുറക്കുമ്പോഴത്തേക്കിനും പ്രോബ്ലം ആവുകയല്ലേ? ഇങ്ങനെ ഡോറ് നമ്മൾ ഇങ്ങനെയാ തുറക്കുമ്പം തട്ടേലേ? ഹലോ കേൾക്കുന്നുണ്ട്. സാർ പറഞ്ഞോളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നടക്കൂലെന്ന് അർത്ഥല്ലേ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാണ്ട് മറ്റേ നമ്മുടെ സീലിംഗ് ഫാൻ ഇവിടെ കൊടുക്കേണ്ടി വരും.
ഈ ഒരു ഏരിയ. അതാണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഷാൻഡിലർ ഇവിടെ ആയിരിക്കും വരിക, ഈ സെന്റർ. ഓക്കെ, നിങ്ങൾ പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ കൊടുത്തിരിക്കണത്? ആ ലൈറ്റിന് ഇത് ഫാനിന്റെ കാര്യത്തിൽ അവിടെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ നിങ്ങളിപ്പോ ആ സാധനത്തിന് കൊടുത്താലും മതി. ഓക്കെ ഓക്കെ. പ്രൊഫൈൽ ലൈറ്റ് പോകുന്നത് ഇങ്ങനെയാണ്. തമ്മിലൊരു കണ്ടിന്യൂസ് ആയിട്ട് പോണ രൂപത്തില് നോട്ടെ എങ്ങനെ സംഭവം. സീലിംഗ് ഒന്ന് കാണിക്കുമോ? ഒരു മിനിറ്റ്. സീലിംഗ് വരുന്ന ഇങ്ങനെയാ. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിൽക്കും. അതായത് നമ്മുടെ ഈ ലിവിങ്ങിന്റെ ഏരിയ ഇല്ലേ, അതിന്റെ അതേ ഒരു ഏരിയ വരെ ഇവിടുത്തെ ഒരെണ്ണം കൊടുക്കും, ഒരു പ്രൊഫൈല്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ ബെഡ്റൂമിന്റെ വോളില്ലേ, അതിന്റെ അവിടെ വരെ ഒരു ഒറ്റ ഒരെണ്ണമായിട്ട് കൊടുക്കും. ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാലോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു എൽ ഷേപ്പില്. പിന്നെ ഹാങ്ങിങ് ലൈറ്റും ഉണ്ടാവൂല, മറ്റേ സ്പ്ലിറ്റ് ലൈറ്റും ഉണ്ടാവൂല. ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സ്റ്റെയറിന്റെ വോളിലില്ലേ, അവിടെ നമ്മൾ എന്താ വെക്കണ്ടേ? അവിടെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു സ്പ്ലിറ്റ് ലൈറ്റ് എന്തെങ്കിലും മോഡലാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഫോട്ടോസോ വല്ലതും മതിയോ? ഞാൻ ഒന്ന് തപ്പി നോക്കട്ടെ, അതും കൂടി ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇതിപ്പോ ഏകദേശം ഒക്കെ ഉള്ളു കൊള്ളിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഉള്ളില് അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ആ ഭാഗം ക്ലിയർ അല്ല, നമുക്ക് വെളിച്ചവും കാര്യങ്ങളും ഉള്ളിൽ കയറി വരുമ്പോൾ ആംബിയൻസ് ഒക്കെ നല്ലതായിട്ട് തന്നെ വരും സർ. എന്നുവെച്ചാൽ ലൈറ്റും വെളിച്ചവും കറക്റ്റ്, സോറി, ലൈറ്റ് നന്നായിട്ട് കിട്ടും. അനുസ്കാർ റൂമിന്റെ ഉള്ളിൽ ഒരു ഫാൻ വെച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് അകത്ത് കേറത്തില്ല, അതാണ്. റൂമിന് ചെറിയ കുഞ്ഞൊരു ഫാൻ വെച്ചാലേ. അതാണ് നമ്മളിവിടെ നിക്കുമ്പം പ്രോബ്ലം എല്ലാം ഉണ്ടാവുമോ? അല്ല, അങ്ങനെ ഹൈറ്റ് എത്ര ഉള്ളത് നോക്കണം, അതിനനുസരിച്ച്. ഇതിപ്പോ ഒരു 180 നിക്കുന്നേ. മറ്റേ ടേബിൾ ഫാൻ പോലത്തെ ഫാൻ വെക്കേണ്ടി വരും അല്ലേ? അല്ലെ കൂളർ പോലെ വല്ലതും വെച്ചാലും മതി. കൂളർ ആകുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇതില് നമുക്ക് മാറ്റാനും പറ്റുമല്ലോ. ഒന്നെങ്കിൽ കൂളറിന്റെ ഓപ്ഷൻ വെക്കാം. ഈ മറ്റേ ഇതിന്റെ കോണി സ്റ്റെപ്പിന്റെ അടിഭാഗം ഇപ്പൊ എന്താ ചെയ്യാ, മറക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഓപ്പൺ ആക്കി ഇടേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ഇതിപ്പോ മറ്റേ നമ്മള് ഇങ്ങനെ കേറി, അതായത് ഇപ്പത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ, ഓപ്പൺ ആയിട്ട് വന്നിട്ട് താഴെ ഇങ്ങനെ ഒരു വുഡന്റെ ഇത് കൊടുക്കുന്ന രീതിയില്. നിസ്കാര റൂമിന്റെ ഉള്ളിക്ക് മണ്ണ് ചളി കയറുന്ന രൂപത്തിലാവോ? അല്ല കേറൂല, എന്നാലും ഒരു കാഴ്ചപ്പാട് വെറുതെ. ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയില് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആക്കണം നമ്മുടെ ഈ സ്റ്റെയർ. ഇവിടെ അപ്പൊ നിസ്കാർ റൂമിൽ നമുക്ക് കൂളർ കൊടുത്താലോ സർ? ഇതാവുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാൽ സേഫ്റ്റി ഒരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഫാൻ വെക്കുമ്പോ എന്തായാലും ആ ലിവിംഗ് റൂമൊക്കെ ഏകദേശം ഇരിക്കുന്ന ഭാഗത്തേക്ക് മൊത്തത്തിൽ കാറ്റ് കിട്ടുന്ന രൂപത്തിലേ ഒന്ന് പ്ലാൻ ചെയ്താൽ വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഫാനും അതുപോലെ തന്നെ കൂളറും ഇവിടുത്തെ ഒരു വോളിന്റെ ഇതും പിന്നെ കിച്ചന്റെ ആ കളർ തീമും അല്ലേ? അതെ.
കിച്ചൺ ഈ ക്ലോക്ക് കുറച്ച് മേലേക്കല്ലേ ഉള്ളത്, താഴത്തല്ലല്ലോ, കുറച്ച് ക്ലോക്ക് കുറച്ച് അല്ല, മേലെ. മേളിലാണ്. ആ ഓക്കെ. മറ്റത് അങ്ങോട്ട് കൊണ്ട് നടക്കുമ്പോഴൊക്കെ തട്ടുവേ. ഇപ്പൊ സാധാ വീടിന്റെ ഒരു ഹൈറ്റിലല്ലേ ഇപ്പൊ നിക്കണത് അത് അതെ, ഇത് സാധാ വീടിന്റെ ഹൈറ്റിലാ. ഫസ്റ്റ് ഫ്ലോർ വരുന്നതിന്റെ ഈ ഒരു, അതായത് നമ്മുടെ ലിവിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം സാധാരണ ഒരു വീടിന്റെ അതൊരു 3 മീറ്റർ ആയിരിക്കും വരിക, ആ ഒരു രീതി തന്നെ വെച്ച്. ഹൈറ്റ് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ഹൈറ്റ് കൂട്ടണോ? ഈ ആംബുലൻസിന് ഹൈറ്റ് കൂട്ടേണ്ട ആവശ്യം വരുന്നുണ്ടോ ഭംഗി വരാൻ വേണ്ടി? ഹൈറ്റ് കൂട്ടണ്ട സി. അതല്ലേ. ഇതിനുള്ള സ്പ്ലിറ്റ് ലൈറ്റ് മറ്റേ ആ നീളത്തിലുള്ള